സംഘപരിവാറിനോടൊപ്പം ഒത്തുതീർപ്പ് നടത്തിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവുണ്ട്? സംഘപരിവാറിനെതിരെ രാജ്യം ഒന്നാകെ ഈ വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര നിങ്ങൾ കണ്ടില്ലെന്നുണ്ടോ? ആ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ചല്ലേ CPM തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? അപ്പോൾ സംഘപരിവാറിന് കേരളത്തിൽ കോൺഗ്രസ് ഒത്താശ ചെയ്യുന്നു എന്നുള്ളത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത്? ശ്രീ ഗോകുൽദാസ് മൈക്കോണാണ്. മറുപടിക്ക് സമയമുണ്ടല്ലോ, മറുപടി പറയണം, പറഞ്ഞിട്ട് വേണം അടുത്ത് പറയാം. നിങ്ങളുടെ ചോദ്യത്തിന് രണ്ട് കാര്യം പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് മത്സരിക്കണത്? നിങ്ങൾ RSSകാർ ചിലരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ, ചരടൊക്കെ കെട്ടിയിട്ട് പറഞ്ഞു ബോംബ് എറിഞ്ഞു കൊല്ലുന്നു. അങ്ങനെയുള്ള ആളുകളല്ല ഞാൻ പറഞ്ഞു. അല്ല വരട്ടെ, ഞാൻ പറഞ്ഞത് അവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ വരണം, നിങ്ങൾ ചർച്ച കേൾക്കണം. നിങ്ങൾ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ സംഘചാലകന്റെ 2 വിജയദശമി പ്രസംഗമുണ്ട്. ഇടതുപക്ഷമാണ് പ്രശ്നം, അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രശ്നം. ഞങ്ങൾ അത്ര വലുതൊന്നല്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വളരെ ചെറുതാണ്. പക്ഷെ മോഡി മാപ്പ് പറഞ്ഞത് കർഷക സമരത്തിന്റെ മുമ്പിലാണ് മാപ്പ് പറഞ്ഞത്. ആ കർഷക സമരത്തിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷം കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കർഷക സമരത്തിന്റെ ക്രെഡിറ്റ് ഞാൻ സംസാരിക്കുന്നു. സംസാരിക്കുമ്പോൾ ഇടപെട്ടില്ല. ഞങ്ങൾ ഇടപെട്ടില്ല. ഗോകുൽ ഒരു നിമിഷം അല്ല നോക്കൂ, സമയം തരാം. പറയൂ. അല്ല ഊഴത്തിൽ പറയൂ. അല്ല ഗോകുലിന്റെ ഊഴമാണ്, ഗോകുലിന്റെ ഊഴം. അതിനുശേഷം സരിനിലേക്ക് ഞാൻ വരാം. പ്ലീസ് ഗോകുൽ. ഓക്കെ, സരിൻ ഊഴത്തിൽ പറയൂ. ഗോകുൽ പറ. ഇവിടെ അദ്ദേഹം വലിയ മാന്യനായി പറഞ്ഞു. അവിടെ ആളുകൾ പറഞ്ഞപ്പോ ഇതാണ് ഇടതുപക്ഷത്തിന്റെ. നിങ്ങൾ ഈ ഇതിന്റെ നേതൃത്വത്തിൽ പ്രതിനിധീകരിക്കുന്ന ആളാ. ഞാൻ സംസാരിക്കുമ്പോ എന്നാ അവസരം തന്നില്ലെങ്കിൽ മാസിനോട് പറയാ. നിങ്ങളാണ് ഇപ്പൊ ഇവിടെ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ കയറിയിട്ട് ജനാധിപത്യം പറയുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ ഞാൻ അംഗീകരിച്ചില്ല. അത് അവർക്ക് അവകാശമില്ല. ഞാൻ ചോദിക്കട്ടെ, മാത്രമേ ഉള്ളൂ സംസാരിക്കുന്നതിനിടയിൽ അവാസ്തവം അത് ശരീരം മാത്രമേ അതായത് അവാസ്തവം ഇദ്ദേഹം പറയുമ്പോ ഞാൻ ക്ഷമയോടെ എന്റെ സമയത്ത് പറയാം, എന്റെ ജനാധിപത്യ ബോധം. പക്ഷെ ഇയാൾ സമ്മതിച്ചില്ല. ഇയാൾ അവിടെ കർഷക സമരത്തിന് മുന്നിൽ മോദി മുട്ടുകുത്തി. ഒന്ന് ഇപ്പൊ ബെമല് വിൽക്കാൻ വെച്ചു. 2 കൊല്ലമായല്ലോ, നടന്നോ? നടന്നില്ലല്ലോ. ഇന്ത്യയിലെ തൊഴിലാളികളുടെ സമര. അപ്പൊ മോഡി വലിയ ആളാണ്, പക്ഷെ ഞങ്ങളുണ്ട് ഈ നാട്ടിലൊക്കെ. നിങ്ങൾ ഡിമോഷൻ ചെയ്യുമ്പോ, നിങ്ങൾ വിൽക്കാൻ വെക്കുമ്പോ, നിങ്ങൾ കൃഷിക്കാരെ വിൽക്കുമ്പോ ഞങ്ങളുണ്ട് മുന്നില്. 1 2 അതൊക്കെ ഉണ്ട് ചേട്ടാ. സംഘപരിവാറുമായി നിങ്ങൾക്ക് ഒത്തുതീർപ്പുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സരിന് ആവർത്തിക്കുന്നത് അതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ RSSന്റെ സംഘചാലകന്റെ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. ഇത്തവണത്തെ വിജയദശമി നാളിൽ, കഴിഞ്ഞ തവണത്തെ വിജയദശമി പ്രസംഗത്തിൽ 8 മിനിറ്റ്, ഇത്തവണത്തെ 20 മിനിറ്റ് കമ്മ്യൂണിസ്റ്റുകാരെ തീർക്കണം എന്നാണ്. മനസ്സിലായോ? അതാണ് അവരുടെ രാഷ്ട്രീയം. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടാണ് സംഘപരിവാരത്തിന്റെ. പറഞ്ഞേക്കും സംഘപരിവാരം. 2 അത് നിങ്ങൾ ബേജാറാവണ്ട മോനെ, അതൊന്നും അങ്ങനെ ബേജാറാവണ്ട.